അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ചരിത്രം വെട്ടിത്തിരുത്തി തമിഴകം ഇന്ന് ഉദിച്ചത് അരനൂറ്റാണ്ടുകാലം തമിഴ് മണ്ണ് അടക്കി ഭരിച്ച ദ്രാവിഡ സിംഹാസനങ്ങളെ പിഴുതെറിഞ്ഞ പുതിയ യുഗം. കറുപ്പും ചുവപ്പും കരയുള്ള മുണ്ടുകൾ മാത്രം കണ്ടുശീലിച്ച കോട്ടയിൽ DMK-യും AIADMK-യും ഒരുമിച്ച് പ്രതിപക്ഷ നിരയിൽ തലകുനിച്ചിരിക്കുന്ന കാഴ്ച. ഇവർ രണ്ടുപേരും കൈകോർത്താലും തകർക്കാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടെ ചന്ദ്രശേഖർ ജോസഫ് വിജയ് കോട്ട പിടിക്കുമ്പോൾ വേദിയിലെ രാഹുൽ ഗാന്ധിയുടെ ആ ചിരി വെറുമൊരു സൗഹൃദമല്ല, ഡൽഹി മുതൽ ചെന്നൈ വരെ നീളുന്ന രാഷ്ട്രീയ പകിടകളിയുടെ കൂടി തുടക്കമാണ്. 20 വർഷത്തെ DMK ബന്ധം പണയം വെച്ച് കോൺഗ്രസ് നടത്തിയ ഈ ചുവടുമാറ്റം വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാകുമോ അതോ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടുമോ തമിഴ്നാട്ടിൽ എന്നതാണ് ചോദ്യം. ഹിന്ദി വിരുദ്ധ സമരത്തിലൂടെ വളർന്ന മണ്ണിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന് മുകളിൽ വന്ദേ മാതരവും ദേശീയതയും പ്രതിഷ്ഠിക്കുമ്പോൾ വിജയ് മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി എന്താണ്? തമിഴ് തായ് വാഴ്ത്തിനെ തള്ളി വന്ദേ മാതരത്തെ പുൽകിയ വിജയെ മോദി അഭിനന്ദിക്കുമ്പോൾ അവിടെ സ്റ്റാലിന് വേണ്ടി BJP ഒരുക്കുന്ന ഒരു പുതിയ എൻട്രി നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? കോൺഗ്രസിനെ തമിഴ് മണ്ണിൽ നിന്ന് പടിയടച്ച് പുറത്താക്കാൻ മോദിയും സ്റ്റാലിനും കൈകോർക്കുമോ? വഞ്ചക എന്ന് ആക്രോശിക്കുന്ന സ്റ്റാലിനും ചതിയനെന്ന് പരിഹസിക്കുന്ന മോദിക്കുമിടയിൽ ഈ വിജയ സിംഹാസനം എത്ര കാലം സുരക്ഷിതമാകും? കോൺഗ്രസ് കളിച്ച ഈ കളി തന്ത്രപരമോ അതോ ആത്മഹത്യാപരമോ? തമിഴ് മണ്ണിൽ ഇനി ആരുടെ സാമ്രാജ്യം? പരിശോധിക്കുന്നു ബിഗ് ഡയലോഗ്. സ്വാഗതം. പാനലിസ്റ്റുകളിലേക്ക് കടക്കുന്നു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM നേതാവ് ഡോക്ടർ നിതീഷ് നാരായണൻ, BJP നേതാവ് PR ശിവശങ്കർ, ഒപ്പം TVK നേതാവ് ഖാജ ഹുസൈൻ. 4 പേർക്കും സ്വാഗതം ബിഗ് ഡയലോഗിലേക്ക്. ആദ്യം ശ്രീ അനിൽ ബോസ്, സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഒരല്പസമയത്തിനുള്ളിൽ തന്നെ വിവാദങ്ങൾ അലയടിക്കുന്ന ഒരു കാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രസ്താവനയടക്കമുള്ളത് അവിടെ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, കോൺഗ്രസ് കാണിച്ച വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമാണിത്, തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണിത് എന്ന് കേരളത്തിലെ കോൺഗ്രസും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? നൂറ് ശതമാനം. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ വിജയ് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ഒരു അസ്ഥിരത, അവിടേക്ക് കടന്നു കയറാൻ വേണ്ടി BJP നടത്തുന്ന ശ്രമങ്ങൾ, അത് തടയാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു നടപടിക്രമമല്ല. കർണാടക നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. കർണാടകയിൽ BJPക്കെതിരെ 3 ആയിട്ടാണ് 3 BJPയും ജനതാദളും കോൺഗ്രസും സെപ്പറേറ്റ് മത്സരിച്ചത് മുൻപ്. അറിയാമല്ലോ, കുമാരസ്വാമി മുഖ്യമന്ത്രിയായിരുന്ന കാലം. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരിക്കലും ഞങ്ങളോട് യോജിക്കാത്ത ജനതാദൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങൾ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. BJP ഒഴിവാക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. തുടർന്ന് നടന്ന നിയമ പോരാട്ടങ്ങൾ പാതിരാവിൽ സുപ്രീം കോടതി തുറന്ന് ചില സാങ്കേതിക വിഷയങ്ങൾ ഞാൻ അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. അത് പെട്ടെന്ന് പരിഹരിച്ചു തന്നെ. ആദ്യം ശ്രീ TVK നേതാവ് ഖാജ ഹുസൈനിലേക്ക്. ശ്രീ ഖാജ ഹുസൈൻ, ഉയരുന്ന വിവാദം സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ബംഗാളിൽ പോലും ഇല്ലാത്തൊരു വന്ദേ മാതരം നിർബന്ധപൂർവം ചെന്നൈയിൽ നടപ്പാക്കിയത് BJPയുടെ ഒരു നിർദ്ദേശപ്രകാരമാണോ, BJPയുടെ ആസ്ഥാനത്തു നിന്നുള്ള അങ്ങനെ ഒരു നിർദ്ദേശപ്രകാരമാണോ എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളൊക്കെ അലയടിക്കുന്ന സമയത്ത് കൂടിയാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ തമിഴ് തായ് വാഴ്ത്തിൻ്റെ 3ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് TVK എടുക്കുന്ന നിലപാട്, വിജയ് എടുക്കുന്ന നിലപാട്, അത് തമിഴ് സ്വത്വത്തെ BJPക്ക് പണയം വെച്ചുകൊണ്ടാണോ എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് TVKയുടെ മറുപടി? ഒരിക്കലുമില്ല. ഒരുപാട് ഇപ്പോൾ ഈ അദ്ദേഹത്തിന് ഒരു സിനിമ തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ജനനായകൻ എന്നൊരു മൂവി വന്നിട്ട് റിലീസ് ചെയ്യാൻ തന്നെ എത്ര കാലതാമസം എടുത്തിട്ട്, ഒരു ജനുവരി 9 റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയെ എത്രയും നീട്ടി കൊണ്ടുപോയി. അതേപോലെ തന്നെ അദ്ദേഹം വന്നിട്ട് 108 എന്നുള്ള ഒരു നമ്പറിലേക്ക് വന്നു. മാജിക് നമ്പർ എന്നുള്ളത് 108 118. അപ്പോൾ അതിന് ഒരു കാലതാമസം കൊടുത്തിട്ട് ഈ മന്ത്രിസഭ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പം അതിനടക്കം നാടകീയമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു പുതിയൊരു വിവാദം എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ഒരു പുതിയൊരു
ഇതാണ് അവർ കാണിക്കുന്നത്. അല്ല, ശ്രീ ഖാജ ഹുസൈൻ തമിഴ്നാടാണ്, ശ്രീ ഖാജ ഹുസൈൻ തമിഴ്നാടാണ്, കേരളമല്ല. തമിഴ്നാടാണ്, കേരളമല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണല്ലോ, മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ കേരളത്തിൽ നടക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമല്ല, ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട് ഹിന്ദി ഭാഷയ്ക്കെതിരായിട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാ സമയത്തും ഉയർന്നു കാണിക്കുന്ന തമിഴ് തായ് വാഴ്ത്ത് അത് 3-ാം സ്ഥാനത്തേക്ക് മതി എന്ന് പറയുമ്പോൾ ദേശീയത എന്ന് പറയുന്നത് BJP ആണ്. അതേ നിലപാടിലേക്ക് TVK കടക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഒരിക്കലുമില്ല. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരു മുന്നിൽ വെച്ച കാര്യങ്ങൾ കൊണ്ട് അതിൽ യാതൊരു പിന്നോട്ടും പോകില്ല. അതിൽ ഒന്നുമില്ല. അതിൽ തമിഴ് അവർക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. അതിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടാവില്ല. അത് പൂർണ്ണത വിശ്വസ്തത ഞങ്ങൾക്കുണ്ട്. ഞാൻ തിരികെ എത്താം. ശ്രീ ഖാജ ഹുസൈൻ, നേരത്തെ ഞാൻ താങ്കളിലേക്ക് വരാം, കാരണം ഞാൻ താങ്കളിലേക്ക് വരികയായിരുന്നു. ഞാൻ അനിൽ ബോസിലേക്ക് പോയിട്ട് വരാം, സാങ്കേതിക വിഷയങ്ങളുണ്ടായിരുന്നു. ശ്രീ അനിൽ ബോസ്, ഡയറക്റ്റായിട്ട് ആ ചോദ്യത്തിൽ തന്നെയാണ് കിടക്കുന്നത്. തമിഴ് വികാരത്തെ തഴഞ്ഞ് ദേശീയതയ്ക്ക് മുൻഗണന കൊടുക്കുന്ന വിജയന്റെ ആ ഒരു ദേശീയതാ നയമുണ്ട്, അതിനോട് തമിഴ്നാട്ടിൽ കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാനുള്ള സമയമായില്ലല്ലോ. വന്ദേമാതരം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊരു നെഗറ്റീവായ കാര്യമാണോ? ഇന്ത്യ മഹാരാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ സർക്കാരുകൾ പ്രവർത്തിക്കുന്നത്. അല്ല, ശ്രീ കേരളത്തിൽ നിന്ന് കാണുന്ന പോലെ അല്ലല്ലോ, കേരളത്തിൽ നിന്ന് കാണുന്ന പോലെ അല്ലല്ലോ. കേരളത്തിൽ നിന്ന് കാണുമ്പോൾ ശരിയായിരിക്കും, പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ അല്ല എന്ന് നമുക്കറിയാമല്ലോ. ഒരു വ്യത്യാസമുണ്ടല്ലോ സ്ഥിതി. ഇല്ല, ഇത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വൈകാരികമായ തലങ്ങളുണ്ട്. ആ വൈകാരിക തലമൊക്കെ മാറി മാറി വരികയല്ലേ. ആളുകളെല്ലാം നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത ക്രമവും ഒക്കെ ആയി വരുന്നൊരു ഘട്ടത്തിലല്ലേ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ചർച്ച ചെയ്ത് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ചാർജ് എടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ വർഗീയവാദികളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ട കാര്യമില്ല. ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്ത്യ മുന്നണി എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടൊരു നിലപാട് ഇവിടെ ഇടതുപക്ഷമായിരുന്നെങ്കിൽ, ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന കാലത്തായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസം ഈ വിവാദം വേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും വിവാദം ഉണ്ടാകുമ്പോഴാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. അല്ല, വിവാദം ഉണ്ടാകട്ടെ, ഉണ്ടായി അവർ ചർച്ച ചെയ്യട്ടെ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് എന്താ, 2007, 2008 മുതൽ വിജയുമായി കോൺഗ്രസിന് നല്ല ബന്ധമുണ്ട്. വിജയെ ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കാൻ വരെ ആലോചിച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി വിജയിന്റെ തന്നെ വീഡിയോകൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. പിന്നെ ഞങ്ങൾ ഒരു ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ ഞങ്ങളൊരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അവിടുത്തെ സംസ്ഥാന ഘടകത്തിന്റെ താല്പര്യം കൂടി സംരക്ഷിക്കത്തക്ക രീതിയിൽ മാത്രമേ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ആ നിലയിൽ അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒരുപാട് ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. നിങ്ങളിവിടെ ഉണ്ടായിരിക്കും ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ. അപ്പം അപർണ, ഞാൻ പറഞ്ഞത് നിലവിൽ അത്തരം നല്ല സൗഹൃദമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജയുമായി സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ച് പാർട്ടി ദേശീയ തലത്തിൽ ആലോചിക്കുകയും അതിനുവേണ്ട പല മീഡിയേറ്റർ പ്രവർത്തനങ്ങളും നടന്നതാണ്. പക്ഷെ അവിടെ ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ എടുത്ത നിലപാടും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി വർഗീയ ശക്തികളെ എതിർക്കാൻ നിലപാടെടുക്കുന്ന ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപർണ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്ക് കേൾക്കാം. താങ്കൾ പറയുന്നത് വ്യക്തമാണ്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ഓവർ ഹിയറിംഗ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സഖ്യം കൂടാൻ പോകുന്നു എന്ന തലത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി എല്ലാ ഘട്ടത്തിലും കൂടെ നിന്ന DMK ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ മുന്നണി വിടുന്നത് ശരിയല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ആ മുന്നണി എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങൾ അവിടെ മത്സരിച്ചത്. വിജയുമായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടോ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ടോ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. യോജിക്കുന്നതിന് തടസ്സമില്ലായിരുന്നു. വലിയ ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള അംഗബലമില്ല. സ്വാഭാവികമായും കർണാടകയിൽ നമ്മൾ ചെയ്തതുപോലെ കർണാടകയിൽ BJP, ജനതാദൾ, കോൺഗ്രസ് ത്രികോണ മത്സരമാണ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല, ജനതാദളിനും ഭൂരിപക്ഷം കിട്ടിയില്ല.
സ്വാഭാവികമായിട്ടും BJP-യെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കുമാരസ്വാമിയെ ഞങ്ങൾ പിന്തുണച്ചത്. നമ്മൾ കണ്ടതല്ലേ, സുപ്രീം കോടതി പാതിരാവിൽ തുറന്നുള്ള പോരാട്ടം വരെ എത്തി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, MLA-മാരെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു മുന്നണി ഗവൺമെന്റ് ഉണ്ടായത്. കുമാരസ്വാമിയെ ഞങ്ങൾ അംഗീകരിച്ചു, 5 വർഷം ഞങ്ങൾ നിന്നു. അതായത് അഡ്വക്കേറ്റ് അനിൽ ബോസ് ബിജെപിയുടെ ഏതെങ്കിലും പിന്തുണ അല്ല BJP-യുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ വരാതിരിക്കാൻ, അങ്ങനെ ഒരു NDA ബന്ധമുണ്ടാകാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് പിന്തുണച്ചു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും നടക്കാനിരുന്ന സഖ്യം, അല്ലെങ്കിൽ അത് നടക്കാതെ പോയ സഖ്യം, അതിനുശേഷം ഈ ഒറ്റ കാരണം കൊണ്ട് പിന്തുണച്ചു അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കണം. ദേശീയ തലത്തിൽ ഒരു സെക്കൻഡ് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന പാർലമെന്റ് അംഗങ്ങൾ അവർക്ക് പ്രത്യേകം ബ്ലോക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് കനിമൊഴി കത്ത് നൽകി. അത്തരം പ്രതിസന്ധികളുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികൾ, ഇന്നത്തെ പ്രതിസന്ധി നാളെ മാറ്റാൻ കഴിയും, നാളെ മാറും. ആ നിലയിലേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ഓരോ ദിവസത്തെ ഇഷ്യൂസിന്റെ അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒറ്റ കാര്യമാണ് താങ്കൾ പറഞ്ഞ വിഷമം മനസ്സിലാക്കുന്നു. ഈ തമിഴ് വികാരത്തെ തഴഞ്ഞുകൊണ്ട് ഒരു ദേശീയത പ്രതിഷ്ഠിക്കുമ്പോൾ ആ ദേശീയത തമിഴ്നാട്ടിൽ നടപ്പാകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് BJP മാത്രമാണ്. അത് കോൺഗ്രസ് അല്ല, അത് ഇടത് പാർട്ടികളല്ല, ഒന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് കടക്കുന്ന ഒരു സംശയം ഒരു വശത്തും വരുന്നു. അങ്ങനെ ഇനി ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടി, ഇതുവരെ ഇല്ലാത്തൊരു മന്ത്രിസ്ഥാനം കോൺഗ്രസിന് തമിഴ്നാട്ടിൽ കിട്ടി. പക്ഷെ അതിനുശേഷം എന്തുണ്ടാകും? തമിഴ് വികാരം ഒരുമിച്ച് ചേർന്നാൽ കോൺഗ്രസ് പിന്നീട് അവിടെ ബാക്കി ഉണ്ടാകുമോ? ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ കോൺഗ്രസ് ഒരു സ്വയം കുഴി തോണ്ടി എന്നുള്ളൊരു കാര്യമുണ്ടോ? KN ഖാദറൊക്കെ ചില പ്രസ്താവനകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടു, കേരളത്തിൽ നിന്നാണ് അത് ചെയ്യരുതായിരുന്നു എന്നുള്ളത്. ഒരു ദൂരവ്യാപകമായ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കോൺഗ്രസ് കരുതുന്നേ ഇല്ല എന്നുകൂടിയാണോ? അല്ല, അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാമെന്നേ, അഭിപ്രായം പറയാം. ആ നിലയിലേക്കൊന്നും കാര്യങ്ങൾ കടന്നിട്ടില്ലല്ലോ. വിജയ് എന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗവും അദ്ദേഹത്തിന്റെ ചാർജ് ഏറ്റെടുക്കൽ ചടങ്ങും എല്ലാം ഞാൻ സവിസ്തരം കണ്ട ഒരാളാണ്. എനിക്കവിടെ ഒരു രാഷ്ട്രീയ വിമർശനത്തിന്, ഇപ്പൊ സ്റ്റാലിൻ എന്താ പറഞ്ഞു? സ്റ്റാലിൻ പറഞ്ഞു ധവളപത്രം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞാൽ അതെന്തോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റായി പോയി എന്ന് പറഞ്ഞു. അപ്പം ഓരോ ആംഗിളിലാണ് ഓരോരുത്തർ പ്രതികരിക്കുന്നത്. നമ്മളിപ്പോൾ അതിനകത്ത് കോൺഗ്രസ് അതിന് മറ്റൊരു മാനം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ജനങ്ങളുടെ ഭൂരിപക്ഷം വിജയ്ക്ക് കിട്ടി. ആ സർക്കാർ ഉണ്ടാകുന്നതിന് തടസ്സം അംഗബല കുറവായിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് പിന്തുണച്ചു, മറ്റു പല പാർട്ടികളും പിന്തുണച്ചു. ഇപ്പോൾ 121 എത്തിയിരിക്കുന്നു, ഗവൺമെന്റ് ചാർജ് എടുക്കുന്നു, നല്ല രീതിയിൽ നാടിന്റെ വികസനത്തിന് ആ നിലയിൽ കാണുക. യെസ്, രാഷ്ട്രീയമാണ്, അതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയെങ്കിൽ നമുക്കത് നോക്കാം. തിരികെ എത്താം. CPM നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഡോക്ടർ നിതീഷ് നാരായൺ. കോൺഗ്രസിന്റെ നിലപാടാണ്, പക്ഷേ തമിഴകത്ത് CPI വളരെ കൃത്യമായിട്ട് ആന്തം വിവാദത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അത് ഇടത് പാർട്ടികളുടെ ഒരു നിലപാട് CPI അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോർപ്പറേറ്റ് ശൈലിയിൽ ഭരണം നടത്തും, താനായിരിക്കും അധികാര കേന്ദ്രം, ഒറ്റ അധികാര കേന്ദ്രമേ ഉണ്ടാകൂ എന്നാണ് വിജയ് പറഞ്ഞത്. അതൊന്ന്. വന്ദേ മാതരം ആലപിച്ച് BJP-യെ സുഖിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ഒരു സർക്കാരിനെ പിന്തുണയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് തമിഴ്നാട്ടിൽ? ഏത് സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ ഇടതുപക്ഷ കക്ഷികൾക്ക്, CPI-യും CPM-ഉം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ 2 പാർട്ടികൾക്കും TVK-യുടെ ഗവൺമെൻറ് ഫോർമേഷന് പിന്തുണ നൽകിയത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ എല്ലാം മുന്നിൽ ഉണ്ട്. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നിൽ ഒരു വലിയ അപകടം, പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള അപകടം തമിഴ്നാട്ടിലും ആവർത്തിക്കും എന്ന് കണ്ടപ്പോഴാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ഭരണഘടനയെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ഒരു അധ്യായം തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൽ നിലപാടെടുത്തത് എന്നുള്ളത് നമ്മുടെ എല്ലാം മുന്നിൽ ഉണ്ട്. അത് ഏതെങ്കിലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടോ ഗവൺമെന്റിന്റെ അകത്തിടപെടാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഭാഗം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചൊരു ചോദ്യം ശരിയാണ്, ഇതിലൊരു അപകടമുണ്ട്. ഇത് എന്താണ് ഇതിന്റെ സൂചന എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് ഗവർണറുടെ ഓഫീസിൽ നിന്നാണ് അതിന്റെ പ്രോട്ടോകോൾ തീരുമാനിച്ചത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അത് അപകടകരമായിട്ടുള്ളൊരു സൂചന തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് ദേശീയ വികാരം എന്നൊന്നും പറഞ്ഞ് നമ്മൾ അവഗണിക്കേണ്ട ഒന്നല്ല. അത് മറിച്ച് എന്താണ് ഇന്ത്യ പല ദേശീയതകളുള്ള നാടാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ
പല ദേശീയതകൾ ചേർന്ന ഒന്നാണ് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു സത്ത എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സത്ത എന്നുള്ളത്. ഇന്ത്യ എന്ന ഒരു ഐഡന്റിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് പല ദേശീയതകളുമുണ്ട്, പല വൈകാരികതകളുമുണ്ട്, പല ചരിത്രങ്ങളുമുണ്ട്, പല സാംസ്കാരിക പ്രകടനങ്ങളും ഒക്കെയുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങളും പാട്ടുകളും അതിൻ്റെ സാംസ്കാരിക പ്രകടനങ്ങളുമെല്ലാം. അതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫെഡറലിസത്തെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അപ്പോൾ അതിന് അജണ്ടയാണ്, അതിൽ തങ്ങൾക്ക് ഗവൺമെന്റ് ഗവർണർ അതുകൊണ്ട് ഡോക്ടർ നിതീഷ് നാരായൺ വളരെ പെട്ടെന്നൊരു പോയിന്റിലേക്ക്, അത് ശരിയല്ല എന്ന് താങ്കൾ പറയുന്നിടത്തൊരു വിഷയമുണ്ട്. ഇങ്ങനെ ഒരു പിന്തുണ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് CPM ദേശീയ നേതൃത്വം കൂടിയാണല്ലോ. ദേശീയ നേതൃത്വം എന്നാൽ അത് കേരളത്തിന് സ്റ്റേക്ക് ഹോൾഡറുള്ള കൃത്യമായിട്ടുള്ള ഒരു ദേശീയ നേതൃത്വം. സ്റ്റാലിൻ വേണ്ട, വിജയ് മതി എന്നൊരു തീരുമാനം ശരിയായിരുന്നില്ല എന്ന് കേരളത്തിലെ CPM ഇടതു പാർട്ടികൾ കണക്ക് കൂട്ടുന്നു ഈ നിമിഷത്തിൽ എന്നാണോ? അങ്ങനെയല്ലല്ലോ. സ്റ്റാലിൻ വേണ്ട എന്നുള്ളത് ഇടതുപക്ഷം പറഞ്ഞു എന്ന് സ്റ്റാലിൻ പോലും പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് അതിന്റെ സാഹചര്യം എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? എന്തായിരുന്നു സാഹചര്യം? സ്റ്റാലിന്, അതായത് ഇടതുപക്ഷം കൂടി ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലെ മതേതര മുന്നണിക്ക് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. രണ്ട് വള്ളത്തിൽ കാലിട്ട് നിർത്താൻ പറ്റില്ലല്ലോ. നിങ്ങൾ സ്റ്റാലിനൊപ്പം TVക്കൊപ്പം എന്നില്ലല്ലോ. സ്റ്റാലിനൊപ്പം ആണെങ്കിൽ സ്റ്റാലിനൊപ്പം, വിജയ്ക്കൊപ്പം ആണെങ്കിൽ TVക്കൊപ്പം, ഉറപ്പല്ലേ? തെറ്റ്. അതായത് TVK ഗവൺമെന്റിന്റെ ഭാഗമാണ് CPIM എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് ചെയ്തിട്ടുള്ളത്? TVKക്ക് ഇന്നത്തെ പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഗവർണർ ഭരണം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? ഗവർണർ ഭരണം വരണം എന്നാണോ, പ്രസിഡൻഷ്യൽ റൂൾ വരണം എന്നുള്ളതാണോ പറയുന്നത്? ഈ സാഹചര്യത്തിൽ എന്തായിരുന്നു അവിടെ ചെയ്യേണ്ടത്? ഗവർണർ എന്താ ചെയ്യേണ്ടത്? ആർട്ടിക്കിൾ 164 അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ മുൻപുള്ള സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് തന്നെ ഗവർണർ ചെയ്യേണ്ടത് എന്താ? ഏത് രാഷ്ട്രീയ കക്ഷിക്കാണോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാൽ അവരെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മാൻഡേറ്റ് കൊടുക്കുക, വിളിക്കുക എന്നുള്ളതാണ്. ഇത് അട്ടിമറിക്കപ്പെടുന്നത് TVKയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിഷയമല്ല. അത് അപകടകരമായിട്ടുള്ള ഒരു സൂചനയാണ്. അങ്ങനെ ഒരു പ്രത്യേക ദശാസന്ധിയിൽ നിൽക്കുമ്പോഴാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കണം. അതിന് വേണ്ട ഇടപെടൽ പുറത്തു നിന്നുള്ള ഒരു പിന്തുണ എന്നുള്ള നിലയിൽ നൽകിയത്. എന്താ ഇടതുപക്ഷം പറഞ്ഞത്? തമിഴ്നാട്ടിൽ അവിടെ പ്രതിപക്ഷമായിട്ട് നിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടോ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടോ ഇടതുപക്ഷം അവിടെ കാത്തു നിന്നിട്ടില്ല, അപേക്ഷിച്ച് നിന്നിട്ടും ഇല്ല. ആ സമരം തന്നെ തമിഴ്നാട്ടിൽ തുടരും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ വിഷയം എന്താ? സ്വാഭാവികമായിട്ടും നമ്മളൊരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇത് CPIM ഒറ്റക്കെടുത്തിട്ടുള്ള തീരുമാനമൊന്നുമല്ല. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പരസ്പരമുള്ള ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷ കക്ഷികൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാലിൻ തന്നെ തയ്യാറായിട്ടുള്ളത്. അവർ ഒരു മാന്യത കാണിച്ചു എന്നുള്ളത് തയ്യാറായിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് അതുപയോഗിച്ചിട്ട് എങ്ങനെ 2 മന്ത്രിസ്ഥാനം നേടിയെടുക്കാം എന്ന ആലോചന അല്ല അവിടെ നടത്തിയിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് മണിക്കൂറുകൾക്കകം ഈ പ്രതിസന്ധി വരുന്നതിന് മുമ്പ് പോലും, ഗവർണറുടെ പ്രതിസന്ധി വരുന്നതിന് എന്താ കോൺഗ്രസ് ചെയ്തത്? ഞാൻ വരാം. അതെന്തായാലും ആ നിലപാട് അവിടെ നിൽക്കട്ടെ. തമിഴ്നാട്ടിൽ ഒരു നിലപാടെടുക്കുകയും സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ അങ്ങനെയാണല്ലോ സാഹചര്യം. ഞാൻ BJP നേതാവ് ശ്രീ PR ശിവശങ്കരൻ, വിജയെ മോദി അഭിനന്ദിക്കുന്നു, കോൺഗ്രസിനെ ചതിച്ചവർ എന്ന് വിളിക്കുന്നു, പരാധജീവികൾ എന്ന വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. DMKക്ക് വേണ്ടി നെഞ്ചുപൊട്ടി പറയുന്ന നരേന്ദ്രമോദിയാണ് കണ്ടത്. അതായത് കൃത്യമായിട്ട് ഇനി ചതിച്ച കോൺഗ്രസിനൊപ്പം നിൽക്കാൻ കഴിയാത്ത DMK NDA പാളയത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ സൂചനയായിരുന്നു അത്. TVKയുടെ ഒരു ഭരണകൂടം അവിടെ വന്നതിലുള്ള സന്തോഷമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം ഉണ്ടായി. കാത്തിരിപ്പിന് വളരെ ഗുണകരമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നു. ഒന്ന്, അത് അപർണ പറഞ്ഞത് ദേശീയത എന്ന് വെച്ചാൽ BJP ആണ് എന്ന് അപർണ ഇടയ്ക്ക് വെച്ച് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ഈ മറ്റുള്ളവർക്കൊക്കെ അതിന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. ഏതായാലും അപർണയ്ക്ക് അതിനൊരു സംശയമില്ല എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2, വളരെ കുറേ കാലമായി EMS പണ്ട് പറഞ്ഞ
കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം ചിന്താ പബ്ലിക്കേഷൻ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അതിൽ 26 രാഷ്ട്രങ്ങൾ അത് കേരളം ഒരു രാഷ്ട്രമാണ് എന്ന രീതിയിലൊക്കെ EMS പറഞ്ഞത് കഴിഞ്ഞ കുറേ നാളുകളായി പൊതുവേ CPM നേതാക്കൾ പറയാറില്ല. അവർ ഞങ്ങൾ ആവർത്തിച്ച ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, EMSൻ്റെ പുസ്തകത്തിൽ ഇല്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ശ്രീ ഡോക്ടർ നിതീഷ് നാരായൺ അദ്ദേഹം വളരെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു പല ദേശീയതകളുണ്ട്, അതുകൊണ്ട് ഇതും ഒരു ദേശീയതയാണ്, അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഉള്ളിലെ ആ നിറം, ദേശീയ വിരുദ്ധ നയം അത് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തു വന്നതിൽ, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ നയത്തിൻ്റെ വിജയത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത്തരം ഒരു സന്തോഷമുണ്ട്. ഞാനിവിടെ 2 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് TVK അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ BJPക്ക് അതിൽ രാഷ്ട്രീയമായോ തന്ത്രപരമായോ പല നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ പൊതുവെ ഞങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും കഴിഞ്ഞ കുറേ നാളുകളായി DMK എന്നുള്ള സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആ തമിഴക രാഷ്ട്രീയത്തിൽ ചെയ്ത ഒരുപാട് അഴിമതികൾ, അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന് വിരുദ്ധമായ വലിയ വലിയ വിരുദ്ധകൾ, പാർട്ടിക്കും അതിൻ്റെ ഭരണകൂടത്തിലെ ജനങ്ങൾക്ക് അധികാരികൾക്കും മാത്രമായി നടത്തിയ ഒരുപാട് തട്ടിപ്പുകൾ, അഴിമതികൾ അത് പുറത്തു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2, അത് കഴിഞ്ഞ കുറച്ച് നാളുമായി സനാതന ധർമ്മത്തിനെതിരെ നിരന്തരമായി DMKയുടെ നേതാക്കൾ നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് ജനങ്ങൾ കൃത്യമായി മറുപടി നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് DMK സർക്കാർ പോയതിൽ മറ്റ് തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളോടൊപ്പം ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. 2, ഞങ്ങൾക്കതിന് ബോണസായിട്ട് കിട്ടിയത് ഈ തരം പിന്നിൽ നിന്ന് കുത്തിയതിലൂടെ DMK എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ന് സ്വതന്ത്രമായി നിൽക്കുകയും ഏതായാലും ഇന്ത്യ സഖ്യം പിളരുകയും ആ ഇന്ത്യ സഖ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ഇനി BJPയിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായി ഒരല്പം അത്യാവശ്യമുള്ള രാജ്യസഭയിലേക്കും ഏതാണ്ട് 10 MP കിട്ടും എന്നുള്ളതും ഞങ്ങൾക്ക് ഗുണകരമായ ഒരു നേട്ടമായി കരുതുന്നു. അതുകൊണ്ട് TVK സർക്കാർ അത് തീർച്ചയായും ഇനിയാണ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ അജണ്ടയോ അതല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജി പറയുന്നത് ഈ ചർച്ചയെ തന്നെ വളരെ സുതാര്യമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് DMK NDA പാളയത്തിലേക്ക് വരും, അങ്ങനെ അത് BJP കൃത്യമായി ഉദ്ദേശിക്കുന്നുണ്ട്, അത് തന്നെയാണ് നീക്കം അല്ലേ? അല്ല, അതിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. 2 കാര്യങ്ങളാണ് കോൺഗ്രസിനോട് അപർണ ചോദിച്ചത്. ഒന്ന്, ഇത് കൃത്യതയോടെ, 2 തന്ത്രപരമായി. ഇതാണല്ലോ താങ്കളുടെ ചോദ്യത്തിന്റെ തുടക്കം. അപ്പോൾ ഒരു കോൺഗ്രസ് എന്ന BJP പറയുന്നത് അങ്ങനെയാണ്. അതെ, ഞാൻ അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭരണപരമായി പല കാര്യങ്ങളും 2 ഭൂരിപക്ഷത്തിൻ്റെ നേട്ടത്തോടെ നടത്തണം എന്ന് ഞങ്ങളും അതേപോലെ തന്നെ നിങ്ങളും ഉദ്ദേശിക്കുന്ന കാലഘട്ടത്തിൽ 3-2 ഭൂരിപക്ഷം കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കൂടുതൽ ഭരണകക്ഷിയിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണയിലേക്ക് എത്തിക്കുക എന്നുള്ളത് രാഷ്ട്രീയ നയമാണ്. അതിലിപ്പോൾ തെറ്റൊന്നും പറയാനില്ലല്ലോ. അത് ചെയ്യേണ്ടതല്ലേ? അതല്ല ഞങ്ങൾ ആൾക്കാരെ പറഞ്ഞു വിടണമെന്നാണോ അവർ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഗവർണർ എന്തുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകിപ്പിച്ചത് എന്നൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഗവർണർ വഴി സത്യപ്രതിജ്ഞാ ചടങ്ങ് BJP വൈകിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു ഹോഴ്സ് ട്രേഡിംഗ് പോലെയൊക്കെ അതിനുള്ളൊരു സാധ്യത പോലും വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത് BJPയുടെ ഒരു ഹിഡൻ അജണ്ട ആയിരുന്നോ? അത് ഇത് ഗവർണേഴ്സ് വില്ലല്ലേ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയെ വിളിക്കണമെന്നുള്ളത്. 2, താങ്കൾ ഇപ്പോഴും പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പിന് മുൻപിലുള്ള രാഷ്ട്രീയ കക്ഷിയുടെ എണ്ണം, ആ എണ്ണം ഉറപ്പായിട്ടും TVKയ്ക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് വിളിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ TVKയെ എതിർത്ത, വിജയിനെ എതിർത്ത രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയുടെ കത്ത് പോലുമില്ലാതെ, അല്ലെങ്കിൽ ഒറിജിനൽ അല്ലാത്ത കത്ത് വെച്ചുകൊണ്ട് എല്ലാം വന്ന ധാരാളം കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് ഗവർണറെ പോലെയുള്ള ഒരു പരമപ്രധാനമായ സീറ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമല്ല, അത് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടുത്തെ ഫണ്ടമെൻ്റൽ റൂൾസിന് അനുകൂലമായ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് അനുകൂലമായ ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം ഭരണപരിചയത്തിന്റെയോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ശ്രീ PR ശിവശങ്കർ, താങ്കൾക്ക് അറിയാത്ത കാര്യമല്ല. സ്വാഭാവികമായിട്ടും 1965 അല്ലാതെ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, നിയമപരമായിട്ടുണ്ടായിരുന്നു. അത് വേണ്ട എന്ന് വെക്കുന്നത് പുറത്ത് ഇത്തരം ചില ചർച്ചകൾ നടക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ചർച്ചകൾ നടക്കട്ടെ എന്ന് BJP ഉദ്ദേശിച്ചിരുന്നു എന്നുകൂടിയാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞത്. DMK വരട്ടെ, ഞങ്ങൾക്ക് 3-2 ഭൂരിപക്ഷം വേണം, അതിനുള്ളൊരു വഴിയായി ഇത് BJP ഒരു ഹിഡൻ അജണ്ടയായി നടപ്പാക്കി തമിഴ്നാട്ടിൽ എന്നല്ലേ?
DMK അവരുടെ 4 സഖ്യകക്ഷികളും ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ മുഖം മാത്രമായി അല്ലെങ്കിൽ ബോട്ടിൽ മാത്രം മാറി ബാക്കി സഖ്യകക്ഷികളൊക്കെ ഇപ്പോൾ DMKയുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ അപ്പുറത്തുമുണ്ടല്ലോ. CPI ഉണ്ട്, CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. ഇത് തന്നെയായിരുന്നല്ലോ DMK സഖ്യകക്ഷി. സ്റ്റാലിൻ മാറി പകരം വിജയ് വന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഇവിടെ വേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു ന്യായീകരണമില്ല. അവിടെ DMKക്കോ അല്ലെങ്കിൽ ADMKക്കോ പിന്തുണയ്ക്കാമായിരുന്നു. ഞങ്ങളുടെ ആകെ ഒരു MLA ഉള്ളൂ, ഇവർക്കെല്ലാം ആവാമായിരുന്നല്ലോ. പക്ഷേ ഭരണപരമായി അല്ലെങ്കിൽ ഒരു ഭരണഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഗവർണർക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അത് കോടതിയിൽ ചോദ്യം ചെയ്തേക്കാം. അത് ന്യായീകരണം. അദ്ദേഹം ആ കത്ത് കൊടുക്കാൻ പറഞ്ഞു, എല്ലാവരുടെയും കത്ത് കിട്ടുക, അതിനിടയ്ക്ക് കത്ത് സിഗ്നേച്ചർ ശരിയല്ല, ഞങ്ങൾ പിൻവലിക്കുന്നു, ഞങ്ങളുടെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അവിടെ ഗവർണർക്ക് പൂർണ്ണമായും ബോധ്യം വന്നപ്പോൾ അദ്ദേഹം വിളിച്ചു, ആ കാര്യങ്ങൾ അവിടെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ചെറിയൊരു സാങ്കേതിക വിഷയങ്ങളുണ്ട് അവിടെ. വളരെ പെട്ടെന്ന് അത് ശരിയാക്കി അദ്ദേഹത്തിലേക്ക് തന്നെ വരണം. കാരണം BJP പാനലിസ്റ്റ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് അനിൽ ബോസ് അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. കുടുംബവാഴ്ചയെ എതിർത്ത് പറയുന്നതാണ് BJP. ആ കുടുംബവാഴ്ചയെ എതിർത്ത് പറഞ്ഞിട്ടാണ് വിജയ് വോട്ട് ചോദിച്ചത്. TVK പറയുന്നതാണ് BJP ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് TVK വരണമെന്നുള്ളത് BJP ആഗ്രഹിച്ച കാര്യമാണ്. സനാതന ധർമ്മത്തെ എതിർത്ത് പറഞ്ഞ DMKക്കെതിരെ ദേശീയത പ്രതിഷ്ഠിക്കുന്ന TVK വരണമെന്നുള്ളതും അത് BJPക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് ഒരു പക്ഷിയായി. ഇനി രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത് ഇനി കോൺഗ്രസിൽ നിന്ന് വലിയ വഞ്ചന ഏറ്റു നിൽക്കുന്ന DMK എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയെ കൂടെ കൂട്ടാൻ BJPക്ക് കഴിയുകയാണെങ്കിൽ BJP ഇതാ ചുവന്ന പരവതാനി വിരിച്ച് മുന്നിൽ നിർത്തുന്നു എന്നുള്ളത്. കോൺഗ്രസിന് ഈ ഒരു മന്ത്രിസ്ഥാനത്തിനപ്പുറത്തേക്ക് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എത്ര കാലം തമിഴ് രാഷ്ട്രീയത്തിൽ മണ്ണുണ്ടാകും? ഞാൻ ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി ശ്രീ ശിവശങ്കരൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായി ഞാൻ ശരിവെക്കുന്നത്, അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മം അടക്കമുള്ള വിഷയങ്ങളിൽ വിയോജിച്ച ഗവൺമെന്റിന്റെ തകർച്ച അവർക്ക് സന്തോഷം പകരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവർക്കത് സന്തോഷം പകരും, അതിന് ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം ഒരു എതിരാളി തോക്കുന്നത് ആർക്കായാലും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം അക്കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു സ്റ്റാലിൻ അവിടെ അഴിമതിയായിരുന്നു, അവിടെ വളരെ മോശാവസ്ഥയാണ്, അതുകൊണ്ട് വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ വരും. ആ പോയിന്റാണ് വളരെ ഗൗരവമായിട്ട് കാണേണ്ടത്. സ്റ്റാലിനെതിരെ അന്വേഷണം വരാൻ പോകുമ്പോൾ അവർ NDAയിലേക്ക് ചെന്നാൽ അത്ഭുതപ്പെടേണ്ടതേ. കാരണം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സ്റ്റാലിനും മുഖ്യമന്ത്രി അല്ലാത്ത സ്റ്റാലിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്തൊരു പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ അവിടെ പുതിയൊരു ഗവൺമെന്റ് വന്ന സാഹചര്യത്തിൽ അവർ BJP പാളയത്തിലേക്ക് ചെന്നു ചേർന്നാൽ അത്ഭുതപ്പെടേണ്ട. അങ്ങനെ ചെന്ന് ചേർന്നാൽ അത് സംഭവിക്കാവുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളാണ്. കാരണം അവിടെ കോടാനുകോടിയുടെ അഴിമതിയുണ്ട്, അതെല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതൊരു ടെസ്റ്റ് ഡോസാണ്. ഇവിടെ നിന്ന് ചർച്ചയിൽ ലളിതമായിട്ട് പറഞ്ഞെങ്കിലും എല്ലാ സംസ്ഥാനത്തും അവർ പരീക്ഷിച്ച് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ്. പ്രതിപക്ഷ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. BJP ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്നും ഇന്നലെ പറഞ്ഞതല്ല. DMKക്കെതിരെ BJP കുറെ കാലമായി ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അതിന് DMK തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കുണ്ടായിരുന്നില്ലല്ലോ ദേശീയ തലത്തിൽ. പെട്ടെന്നങ്ങ് വേണ്ട എന്ന് പറയരുത്, അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് തള്ളി പറയരുത് മൊത്തത്തിൽ. ഇത് കേൾക്കൂ. UPA ഗവൺമെന്റ് 1-2 UPA ഗവൺമെന്റ് ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും പ്രധാനമായും മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ പിടിച്ചുലച്ച സംഭവം എന്താ? 2G സ്പെക്ട്രം ഇടപാടിന്റെ പേരിൽ രാജയെയും കനിമൊഴിയെയും ഇന്ത്യ ഭരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ പിന്നീട് BJP ഗവൺമെന്റ് വന്നപ്പോൾ ആ കേസിൽ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ വളരെ ഗുരുതരമായ നിലപാട് അന്ന് DMK എടുത്തിരുന്നു. ഞങ്ങളെ വിട്ട്, ഞങ്ങളെ എതിർത്ത് ഒക്കെ പോവുകയുണ്ടായി, ഇല്ലേ? നിങ്ങൾക്കറിയില്ലേ അത്? അപ്പം സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ ഓരോ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ച് പാർട്ടികൾ നിലപാടെടുക്കും. കനിമൊഴിയെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? രാജയെ അറസ്റ്റ് ചെയ്യാൻ സഹിക്കാൻ പറ്റുമോ? അങ്ങനെ അറസ്റ്റ് ചെയ്താൽ സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വ്യത്യസ്തമായ നിലപാടെടുത്ത് മാറി നിന്നിട്ടുണ്ടെന്നേ അവർ.
അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്നും എല്ലാ പാർട്ടിയും ഒരുപോലെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ ഡോക്ടർ നിതീഷ് നാരായണ പറയുന്നില്ലേ, CPM ഇടതു കക്ഷികൾ എടുത്തൊരു നിലപാട്, ഞങ്ങൾക്ക് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല, ഗവർണർ ഭരണം വരാതിരിക്കാൻ വേണ്ടി ഒരു നിലപാടെടുത്തു, മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടില്ല. കോൺഗ്രസ് എടുത്ത നിലപാട് അതല്ല, വെറും 5 MLA മാത്രമാണ്, ഒരു ഫ്രജൈൽ കൊളീഷനാണ്, ഇതെങ്ങോട്ട് പോകുമെന്നറിയില്ല. ഇപ്പോൾ DMK-ക്കൊപ്പം ഇനി AIADMK അല്ലെങ്കിൽ തന്നെ ഉണ്ട്. ഇനി TVK പറയുന്നത് BJP പറഞ്ഞ കാര്യങ്ങളാണല്ലോ എന്ന് BJP നേതാക്കൾ പറയുന്നു. ഇനി TVKയും കൂടി BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി വന്നാൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ബാക്കി കാണുമോ, പൊടിയെങ്കിലും കണ്ടുപിടിക്കാൻ? നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നാളെ നമ്മളെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? അല്ലല്ലോ, ഒരു സെക്കൻഡ് എന്നോടാണ് ചോദ്യം. ഞാനൊന്ന് പറയട്ടെ. അപർണ, നാളെ രാവിലെ അപർണയും ഞാനും ജീവിച്ചിരിപ്പുണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? നമുക്ക് അങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വല്ല വർത്തമാനം പറയാൻ പറ്റുമോ? അധികാരത്തിൽ അല്ല, അതുകൊണ്ട് നമുക്ക് തോന്നുന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിലപാടെടുത്തു, അതല്ലേ പറഞ്ഞു. ഞങ്ങൾ വ്യക്തമായ നിലപാടെടുത്തു. ഞങ്ങളുടെ MLA-മാർ വിജയിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. പിന്നെ അക്കൂട്ടത്തിൽ 2 മന്ത്രിമാർ ഞങ്ങൾ ഈ മുന്നണി സംവിധാനത്തിൽ നിൽക്കുകയായിരുന്നല്ലോ. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ബന്ധം പറയുന്നുണ്ടല്ലോ സ്റ്റാലിൻ. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ബന്ധം ആത്മാർത്ഥമാണെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന ക്യാബിനറ്റിൽ കോൺഗ്രസിന്റെ മന്ത്രിമാരെ വെക്കാതിരുന്നത്? ഞങ്ങൾ പ്രതിഷേധിച്ചു. ഞങ്ങൾ അന്ന് കാലുവാരി. ഞങ്ങൾ അവരെ ഒറ്റുകൊടുക്കാൻ പോയോ? വെറും ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വെറും ഒരു മന്ത്രി എന്നല്ല, മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ഇത് പറയുന്നത് കേൾക്കൂ. 20 വർഷത്തെ രാഷ്ട്രീയ ബന്ധത്തിൽ ഞങ്ങൾ ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കലഹിച്ചൊരു വാർത്ത നിങ്ങൾ ഇത് കേൾക്കൂ. ഞാൻ ചുമ്മാ അലമ്പുണ്ടാക്കാതെ ഒരു കാര്യം പറയുന്ന കേൾക്കൂ. തോക്കിനകത്ത് കയറി വെടിവെക്കാതെ, മാർസിറ്റുമായിട്ട് ഡേവോ നടക്കുന്ന പോലാക്കാതെ കാര്യം പറയുന്നത് കേൾക്കൂ. നിലവിൽ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം MLA-മാരുണ്ടാകുന്ന ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം വലിയ കാര്യം തന്നെയാണ്. അത് ചെറിയ കാര്യമല്ല. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അധികാരം എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പോൾ ഇത്രയും വർഷക്കാലം ഞങ്ങൾക്ക് മന്ത്രി പദവി ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ മുന്നണിയിൽ നിന്ന് ചാടി പോയില്ലല്ലോ. ഞങ്ങൾ അവരെ കാലുവാരാൻ പോയില്ലല്ലോ. ഞങ്ങളുടെ മുന്നണി വിട്ട് അവർ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ പോലും ഒരു കാര്യം ഇങ്ങോട്ട് എഴുതാ അപർണ എഴുതാ ഞാനത് പറയാം. ഒരേ ഒരു ചോദ്യം, അത് താങ്കൾ പറഞ്ഞോട്ട് ബന്ധപ്പെട്ട അല്ല, എഴുതാ ഞാൻ പറയാം. നിങ്ങൾ ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കട്ടെ എന്ന്. അപർണയുടെ കൂടെ ഞാൻ പണ്ടും ചർച്ച ചെയ്തിട്ടുള്ള അപർണയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരാൾ സംസാരിക്കാൻ അനുവദിക്കും. നിങ്ങൾ അജണ്ട വെച്ച് സംസാരിക്കാതെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചർച്ചയിൽ ഒരാൾ പറയുന്ന ആരെങ്കിലും ഒരു കാര്യം പറയുന്ന ആളുകളൊന്ന് കേൾക്കട്ടെ എന്ന്. ഒരാളുകൾ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞ DMK-യും ഞങ്ങളും കൂടി വർഷങ്ങളായി സഖ്യമാണ്. തമിഴ്നാട്ടിൽ ഞങ്ങൾ സഖ്യമാണ്. ആ സഖ്യത്തിലിരിക്കെ ഞങ്ങളുടെ MLA-മാർ 10-30 MLA-മാർ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തന്നോ? ഞങ്ങൾ അതിൽ വിയോജിച്ചോ? ഞങ്ങൾ പിണങ്ങിയോ? ഞങ്ങൾ സ്റ്റാലിനെ ചീത്ത വിളിച്ചോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സിംഗിൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം ഞങ്ങൾക്ക് അധികാരവും മന്ത്രിസ്ഥാനവും ഒന്നും ആയിരുന്നില്ല ഇത്രയും വർഷക്കാലം പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ BJP-ക്ക് വളക്കൂറുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വിജയിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. വിജയ് ഞങ്ങൾക്ക് ഒരിക്കലും അന്യനായിരുന്നില്ല. വിജയ് കോൺഗ്രസിൽ ചേരണമെന്നും കോൺഗ്രസിൽ ഭാരവാഹിയാകണമെന്നുമുള്ള ചർച്ചകൾ വരെ പൂർത്തിയാക്കിയ പാർട്ടി ചെയ്ത് 2008-2009 കാലഘട്ടത്തിൽ അറിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഓടിപ്പോയത്? രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടില്ലാത്ത ആളാണോ? പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടില്ലാത്ത ആളാണോ? എന്തുകൊണ്ടാണ് പോയത്? അത്രയധികം വ്യക്തിബന്ധമുണ്ട് വിജയുമായിട്ട്. അതുകൊണ്ട് വിജയുടെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം അതിൻ്റെ അകത്ത് BJP ഒഴിവാക്കിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ MLA-മാരുടെയും കൂടെ പിന്തുണയുണ്ടെങ്കിൽ സേഫ് സോണിൽ ആ ഗവൺമെന്റ് പോകാൻ കഴിയുമെങ്കിൽ ഞങ്ങളോട് ഇഷ്ടമുള്ള, ഞങ്ങളോട് സൗഹൃദമുള്ള, ഞങ്ങളോട് സഖ്യമുണ്ടാക്കാൻ പലവരും ചർച്ച ചെയ്തിരുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ പിന്തുണച്ചു. ഇനി മുന്നോട്ട് ഭാവിയിൽ എന്താവും? അത് ഭാവി വരട്ടെ അപ്പം നമ്മൾ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഞങ്ങളോട് കണ്ടാൽ മിണ്ടാത്ത ജനതാദളുമായി ചേർന്ന് കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ടെന്നേ ഞങ്ങൾ കർണാടകയിൽ BJP ഒഴിവാക്കാൻ. ഇന്ന് ഞങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ടെന്നേ. രാഷ്ട്രീയത്തിൽ പല തീരുമാനങ്ങളുണ്ടാവും. ഇവരെന്താ പറഞ്ഞു? ഇപ്പൊ BJP-യുടെ ആളുകൾ എന്താ പറഞ്ഞു? ഞങ്ങളുടെ സഖ്യത്തിലേക്ക് ഐഡിയോളജി എന്ന് ഒറ്റ വരി കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇനി എന്നോട് ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റ വരി കൊണ്ട് അവസാനിപ്പിച്ചേക്കാം. ഇവിടെ BJP പറയുന്നു, ഇന്നലെ വരെ അവർ എതിർത്ത സനാതന ധർമ്മം പറഞ്ഞ സ്റ്റാലിൻ ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്നില്ലേ? അത്രയുള്ള രാഷ്ട്രീയം. അവരുന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അവിടെ മൂടപ്പെടുകയാണ്.
ശരി ശരി ഞാൻ അവർ ഉന്നയിക്കുന്ന സാമ്പത്തിക ആരോപണങ്ങൾ മുഴുവൻ അവിടെ മൂടപ്പെടുകയാണ്. ശരി അതാണ് സ്റ്റാലിന്റെ ആവശ്യം. ശരി ശ്രീ ഖാജ ഹുസൈൻ, ഇനി നിങ്ങൾ പറയട്ടെ. അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് തമിഴ്നാടിനെ നക്കി തുടച്ചവർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ ഭരണകൂടത്തിന്റെ ഭാഗമാണ് കോൺഗ്രസും ഇടതുപക്ഷവും. മന്ത്രിസഭയിൽ ഉണ്ടാകണ്ട, പക്ഷേ സർക്കാരിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ അവരെയും കൂട്ടുപിടിച്ചിട്ടാണ് TVK ഭരിക്കുന്നത്. എന്ത് അധികാര കച്ചവടമാണത്? അതിനകത്തൊന്നുമില്ലേ? ഇനി 10 ലക്ഷം കോടിയുടെ അഴിമതിയെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കുമെന്ന് വിജയ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഒരുപക്ഷെ അതിനകത്തൊക്കെ വന്നേക്കാം. അപ്പോൾ അവർക്കെതിരെ അന്വേഷണം നടത്തുമോ വിജയ്? അതോ ഒരു സിനിമാ ഡയലോഗ് പോലെ ഈ പ്രഖ്യാപനം നടത്തി അവസാനിപ്പിക്കുമോ? ഞങ്ങൾ ഭരണത്തിൽ പങ്കാളികളല്ല. വന്നിട്ട് മൊത്തത്തിൽ തുടച്ചിട്ടാണ് അവര് പോയിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഒന്നും ഖാജ ഹുസൈൻ, അവർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഭരണം ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരൊക്കെ ആ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള MLA-മാർ അതിനകത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി നടത്തുമോ അന്വേഷണം? തീർച്ചയായിട്ടും. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് വന്നിട്ട് ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിട്ട് ഒന്നും ഇല്ലാതാക്കിയത് വന്നിട്ട് ഈ ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാട്ടിൽ DMK-ക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് കോൺഗ്രസും ഇടതുപക്ഷവും. സ്വാഭാവികമായിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഒരു സർക്കാർ കട്ടുമുടിച്ചു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള MLA-മാർ അതിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതിനകത്ത് കോൺഗ്രസ് MLA-മാരുണ്ടെങ്കിലും അല്ലാതെ ഇടത് MLA-മാരുണ്ടെങ്കിലും അവർക്കെതിരെയുമൊക്കെ TVK വിജയ് അന്വേഷണം നടത്തുമോ? ഇല്ല, അവര് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊക്കെ DMK മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുണ്ടാവാൻ സാധ്യതയില്ലാന്നോ? DMK മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടവര് ഒരു മന്ത്രിസ്ഥാനവും ഇല്ല, ഒന്നും ഒന്നും കൊടുക്കുന്നില്ല. അവരിനെ കോൺഗ്രസോ CPI-യോ CPM-ഓ അന്വേഷിച്ചിട്ട് അവരിനെ വെളിപ്പെടുത്തിക്കോട്ടെ, നോ പ്രോബ്ലം, വെളിപ്പെടുത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ. ഇവര് കൊണ്ട് ഒരു മന്ത്രിസ്ഥാനവുമില്ല, ഒന്നുമില്ല. അവരിനെ അടിച്ച് താഴേട്ട് പോകല്ലേ. ഇനിയൊരു മുന്നേറ്റം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് TVK-യുമായിട്ടുള്ള അവരൊരു കൂട്ടണി വരുമ്പോൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് കൂടെ നിന്നതുകൊണ്ട് കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും പേടിക്കണ്ട, അല്ലാത്തത് കൊണ്ട് DMK-ക്കെതിരെ മാത്രം അന്വേഷണം TVK നടത്തിയേക്കും അല്ലേ? അങ്ങനെയല്ല. അവർക്ക് ഇപ്പോൾ ഈ തമിഴ് രാഷ്ട്രീയത്തിലുണ്ട് ഇത്രയും വർഷക്കാലം വന്നിട്ട് ഈ DMK-യുമായി സഖ്യം വെച്ചിട്ട് എന്ത് മുന്നേറ്റമാണ് അവർക്ക് ഉണ്ടായിരിക്കണം? ഒരു മുന്നേറ്റമില്ല. അപ്പോൾ ഇനി ഒരു വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് അവർ മുന്നിൽ കാണുന്നത്, വേറെ ഒന്നുമല്ല ഇതിൽ കാണുന്നത്. ഇപ്പം ഇടതുപക്ഷത്തിനായിക്കോട്ടെ അവിടെ കോൺഗ്രസിനായിക്കോട്ടെ എല്ലാവർക്കും ഒരു മുന്നേറ്റമുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പാനലിസ്റ്റിനോടാണ് ചോദിക്കുന്നത്. നിതീഷ് നാരായൺ, CPM നേതാവ്, കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഇന്ന് MK സ്റ്റാലിൻ പറയുകയാണ്, അതായത് വിജയന്റെ ഈ ആരോപണങ്ങൾ പരിപൂർണമായിട്ട് തള്ളിക്കൊണ്ട് 10 ലക്ഷം കോടിയുടെ കടബാധ്യതയല്ല, പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കടമാണ് എടുത്തിരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ ആ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും TVK വിജയ് ഇന്ന് ഉന്നയിച്ച ആ ആരോപണം, അത് സ്റ്റാലിനെതിരെ ഉന്നയിച്ച ആരോപണം, ഇവിടെ കോൺഗ്രസും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും BJP നേതാക്കന്മാരും ഇവിടെ വരുമ്പോൾ LDF സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന കാര്യമാണ്. സ്റ്റാലിൻ എന്ന് പറഞ്ഞ മറുപടി ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴായി കൊടുത്ത മറുപടിയാണ്. സ്വാഭാവികമായിട്ടും എടുക്കുന്ന നിലപാടുകളിൽ ചില പ്രശ്നമുണ്ട്. CPM-ന് ഈ കേരളത്തിൽ ഒരു നിലപാടെടുക്കുകയും ഘടകവിരുദ്ധമായിട്ട് തമിഴ്നാട്ടിൽ ആ ചുരം കടന്ന് അപ്പുറത്തേക്ക് പോയ ശേഷം മറ്റൊരു നിലപാടെടുക്കുക ബുദ്ധിമുട്ടാകും. അതിനിടയിൽ തൂത്തു തുടച്ചു കളയും കഴിഞ്ഞ സർക്കാരിലെ അഴിമതികളെ എന്ന് പറയുന്നിടത്ത് ഉത്തരം പറയേണ്ട ബാധ്യത ആ സർക്കാരിനൊപ്പം നിന്ന ഇടതു പാർട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട്. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനും നേരത്തെ അപർണയും സംസാരിച്ച ചില വാക്കുകളെ വെച്ചിട്ട് BJP-യുടെ പ്രതിനിധി അദ്ദേഹത്തിന് വേണ്ടതുപോലെയുള്ള ഒരു വ്യാഖ്യാനം നടത്തിയല്ലോ. ആങ്കറിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയ്ക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് BJP-യുടെ ദേശീയതയാണ്, ഇന്ത്യയുടെ ദേശീയത എന്ന് ആങ്കർ സമ്മതിച്ചു എന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ ആങ്കറിന് മറുപടി പറയാം. ഞാനതിന് മറുപടി ഞാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ എത്രയോ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, അതെ, ഇവിടെ എത്രയോ രാഷ്ട്രങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ പല സാംസ്കാരിക ദേശീയതകൾ ഉണ്ട് എന്നുള്ളതാണ്.
അതിനി അദ്ദേഹത്തിന് അറിയണമെങ്കിൽ, പഠിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമൊന്നും അദ്ദേഹം ചെയ്യേണ്ട. അദ്ദേഹം ആകെ ഇന്ത്യയുടെ ദേശീയ ഗാനം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അല്ല, മുഴുവനും വായിക്കണ്ട, രണ്ടാമത്തെ വരി വായിച്ചാൽ മതി. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഇന്ത്യയിലെ വിവിധ സാംസ്കാരിക ദേശീയതകളെയാണ് അത് സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ. ഈ ബഹു സാംസ്കാരികതയാണ് ഇന്ത്യയുടെ. അദ്ദേഹത്തിന്റെ ദേശീയത എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ദേശീയത എന്താ? അത് സവർണ ബ്രാഹ്മണിക്കൽ ജാതി മേധാവിത്വത്തിന്റെ, പുരുഷാധികാരത്തിന്റെ ദേശീയതയാണ്, വംശീയതയുടെ, വിദ്വേഷത്തിന്റെ ദേശീയതയാണ്. അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ പരാജയപ്പെടുത്തും. അതിനെ പരാജയപ്പെടുത്താൻ തമിഴ്നാട്ടിലെ ജനങ്ങൾ മുന്നിലുണ്ടായിരുന്നു. അത്രയും അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന അന്വേഷണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും എന്നൊക്കെയാണ്. തമിഴ്നാട്ടിൽ TVKയുടെ ഗവൺമെന്റിന്റെ ഭാഗമായി ചേരുന്നില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞില്ലേ? എന്താ ചെയ്യുന്നത്? ഫ്ലോറിൽ ഭൂരിപക്ഷം ഗവൺമെന്റ് രൂപീകരിക്കാൻ ഇന്നത്തെ സാഹചര്യം അത് മാത്രമാണ് ഓപ്ഷൻ എന്നുള്ളതുകൊണ്ട് അതിനുള്ള പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുകൂടി പറഞ്ഞു? കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒപ്പോസിഷൻ ആയിട്ട് നിൽക്കാനാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ തീരുമാനം, അല്ലാതെ ഗവൺമെന്റിനെ. ഡോക്ടർ നിതീഷ്, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ നിതീഷ്, ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. സ്റ്റാലിൻ DMKയുടെ കൂടെ നിന്നിട്ട് എതിർക്കും. സ്റ്റാലിൻ സർക്കാരിനെതിരെ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇത് ഇപ്പോ ഈ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം എന്നുള്ളത് നമ്മൾ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് പ്രതിപക്ഷത്തിന് നേരെ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് BJPയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ അത് വേട്ടയാണ്. ഇടതുപക്ഷം ഏതെങ്കിലും അന്വേഷണത്തിനെ ഭയപ്പെടുകയോ അതിൽ നിന്ന് ഒളിച്ചോടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മറക്കരുത്. അതായത് ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് BJP കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു വേട്ടയാണെന്നാണോ? എന്തായാലും അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. അതാണല്ലോ വിജയ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ BJP അന്വേഷണത്തിനൊപ്പം നിൽക്കുന്നതാണ്. നേരത്തെ PR ശിവശങ്കരൻ പറഞ്ഞാലും നമുക്കും അറിയാം. സ്വാഭാവികമായിട്ടും അതായത് സ്റ്റാലിന്റെ മുൻ സർക്കാരിനെതിരെ അന്വേഷണം വന്നാൽ അത് BJP വേട്ടയാണെന്ന് CPM പറയുമോ? അത് വരട്ടെ. ഏത് സാഹചര്യത്തിലാണ് എന്താണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. അത് വരട്ടെ, അതെന്താണ് എന്നുള്ളത് വരട്ടെ. ഏതായാലും ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ എന്തിനെങ്കിലും ഭയപ്പെടുകയോ പക്ഷെ ഇതൊരു വേട്ടയാക്കിയിട്ട് മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും എതിർത്തിട്ടുള്ളത് പോലെ തന്നെ ഇവിടെയും എതിർക്കും. അത് ഭരണത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടൊന്നല്ല അത്തരം കാര്യത്തിൽ നിലപാട് എടുക്കുക. അത് കേന്ദ്ര ഏജൻസികളെയും കേന്ദ്രത്തിനെയും ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിട്ടുള്ള സമീപനത്തിലേക്ക് ആര് പോയാലും, ഇനി TVK പോയാലും അതിനെ എതിർക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എനിക്കിപ്പോഴും ക്ലിയർ ആവുന്നില്ല. ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് എനിക്കത് ക്ലിയർ ആവാത്തത് അഡ്വക്കേറ്റ് നാളെ എന്ത് സംഭവിക്കും? അല്ല, അതെനിക്ക് മനസ്സിലായി. ഡോക്ടർ നിതീഷ്, താങ്കൾ അഡ്വക്കേറ്റ് അനിൽ ബോസ് പറയുന്നത് ഞാൻ പറഞ്ഞു. നാളെ എന്ത് നടക്കുമെന്ന് അറിയില്ല. പക്ഷേ പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത ഒരു സർക്കാർ BJPയുടെ B ടീമായി മാറുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും നിങ്ങൾ എന്നുള്ളൊരു വിഷയം അതിനകത്തുണ്ട്. ഏർലി ടു പ്രെഡിക്റ്റ്. പക്ഷേ അതിനെ എതിർക്കാൻ ഏറ്റവും ആദ്യം ഇടതുപക്ഷം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ എതിർക്കാൻ, അതിനെ ചെറുക്കാൻ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. BJPയുടെ B ടീമായി മാറാൻ വേണ്ടി പാടില്ല, വർഗീയതയോട് സന്ധി ചെയ്യരുത് എന്ന ഒരൊറ്റ ഡിമാൻഡിന്റെ പുറത്താണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്തുണ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നും പിന്നോട്ട് പോയാൽ ഇടതുപക്ഷം തെരുവിലും സമരം ചെയ്യും, സഭക്കകത്തും സമരം ചെയ്യും. ശരി, ശ്രീ PR ശിവശങ്കരൻ, എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴും BJP നടത്തുന്ന കണക്ക് കൂട്ടൽ ഏത് തരത്തിലാണ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നേരത്തെ ദേശീയതയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം BJP പറയുന്ന വൺ നേഷൻ വൺ സ്റ്റേറ്റ് അല്ല, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതായത് പ്രാദേശിക ദേശീയതകളുടെ ആകത്തുകയുള്ള ദേശീയതയാണ്. ഞാൻ ആ വിഷയം പിന്നീട് വ്യാഖ്യാനിക്കാൻ നിൽക്കാത്തത് സ്വാഭാവികമായിട്ട് ആ ചർച്ചാ വഴിയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും BJP ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ദ്രാവിഡ പാർട്ടികൾക്കിടയിൽ ഏത് തരത്തിലുള്ള ഒരു തന്ത്രം BJP പയറ്റുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിൽക്കുന്ന ഈ സർക്കാർ ഫ്രജൈലാണെന്നും ഇത് തകരുമെന്നും കണക്ക് കൂട്ടുന്നുണ്ടോ BJP?
അല്ല, ഈ സർക്കാർ തകരുമോ ഫ്രജയിലാവോ എന്നുള്ളതൊക്കെ ഭാവിയിൽ ടി വിക്ക് എടുക്കുന്ന വിജയ് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് ദിവസം കൊണ്ട് സമയം എടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. ഒന്ന്, ഇവിടെ ശ്രീ അനിൽ ബോസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു തെറ്റുകൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യത്തിൽ തെറ്റുണ്ട്. അതായത് ഞങ്ങൾക്ക് മന്ത്രിയൊന്നും വേണ്ട, കഴിഞ്ഞ തവണ ഇറങ്ങിപ്പോയില്ല എന്നുള്ള കണക്ക് പറയുമ്പോൾ കഴിഞ്ഞ തവണ 133 സീറ്റുണ്ട് DMKക്ക്, 11 സീറ്റ് അല്ല 18 സീറ്റുള്ള കോൺഗ്രസ് ഇറങ്ങിപ്പോയാലും ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ അത് കാരണം ഇറങ്ങിപ്പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതപ്പോൾ അങ്ങനെ ആയിരുന്നില്ല കാര്യം എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ട്, TVKക്കെതിരെ കേസ് TVK DMKക്കെതിരെ അല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ അപർണ ചോദിച്ചതുപോലെ ആ DMK സർക്കാരിൻ്റെ ഭാഗമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ CPIക്കും CPMനും കോൺഗ്രസിനുമെതിരെയുള്ള ഒരു ആക്ഷൻ എടുക്കുമോ, അതല്ലെങ്കിൽ DMKക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ, സ്റ്റാലിനെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ അന്ന് ആ മുഴുവൻ തട്ടിപ്പിൻ്റെയും ഭാഗമായി കൈ ഉയർത്തിയിരുന്ന അന്നത്തെ MLAമാർ തന്നെയുള്ള ഇന്നത്തെ TVKയുടെ സഖ്യകക്ഷികൾക്ക് അത് നോക്കിയിരിക്കേണ്ടി വരുമോ? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്, വലിയ പ്രശ്നമാണ്. അവർക്ക് അതിന് നയപരമായി പരാന്നഭോജികൾ എന്ന് നേരത്തെ വിളിച്ചതുപോലെ അത്തരം തീരുമാനങ്ങൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, എനിക്കിപ്പോൾ ശ്രീ CPMൻ്റെ നേതാവ് പറഞ്ഞ സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞപ്പോൾ ശരിയായി. നേരത്തെ സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞില്ല, ദേശീയത എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അദ്ദേഹം രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോൾ വളരെ ശരിയായി. ബ്രാഹ്മണിക്കൽ ബൂർഷ്വ പുരുഷ മേധാവിത്വം സ്ഥിരം കേൾക്കുന്നതാണ്. ഒരൊറ്റ വനിതയും CM ആക്കിയിട്ടില്ലാത്ത, ഇതുവരെ CM ആക്കിയിട്ടില്ലാത്ത, PBയിൽ കഴിഞ്ഞ ആഴ്ച വരെ ഒരൊറ്റ സ്ത്രീകളുമില്ലാത്ത സംഘടന തന്നെ പുരുഷാധിപത്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ പറയുമ്പോൾ 5 or 6 CM ഉണ്ടായിരുന്ന BJPയെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കും, പെട്ടെന്ന് വിശ്വസിക്കും. കാരണം ജനങ്ങൾക്ക് ചരിത്രം അറിയില്ലല്ലോ. ഒരു കാര്യം കൂടി ഉണ്ട്, ബംഗാളിലെ BJP അധികാരത്തിൽ വന്നപ്പോഴാണ് 55 പാർട്ടി ഓഫീസ് CPM രണ്ടാമത് തുറന്നതും പുറത്തിറങ്ങി നടക്കുന്നതും എന്നുകൂടി താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ DMKയുടെ രാഷ്ട്രീയത്തിലേക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കും വന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ചും അവിടെ നടക്കുന്ന തെറ്റായ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതുവരെ പറഞ്ഞ അല്ലെങ്കിൽ വിജയ് കഴിഞ്ഞ 13 റാലികളിലും ഇത് കാര്യങ്ങളിലും ഒരു ഞാൻ താങ്കൾ എന്തൊരു മനോഹരമായ ജനാധിപത്യ സ്വഭാവം. ഞാൻ പറയുമ്പോൾ ഇടർത്തിയൊരു പറഞ്ഞത് താങ്കൾക്കത് പറയാട്ടോ, ചെറുപ്പമാണ്, പറഞ്ഞോളൂ. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ തെളിയിക്കുവാനും അതിന് അനുകൂലമായി പ്രവർത്തിക്കുവാനും ഈ രാജ്യത്തെ തമിഴ്നാട്ടിലെ ജനങ്ങൾ നൽകിയ ഈ തിരഞ്ഞെടുപ്പിലെ അവകാശം അത് TVK ഉപയോഗിക്കുമോ, അത് ശ്രീ വിജയ് ഉപയോഗിക്കുമോ, അതിനെ പിന്തുണയ്ക്കുവാൻ CPMും കോൺഗ്രസും നിലയ്ക്ക് പറ്റുമോ, അതല്ലെങ്കിൽ കഴിഞ്ഞ അഴിമതികളെ എല്ലാം മൂടി വയ്ക്കുവാൻ DMK വിട്ട, സ്റ്റാലിൻ വിട്ട അനുയായികളായോ പിണയായികളായോ അവിടെ ഈ ജനവിധിയെ മറിക്കുവാനും തട്ടിപ്പറിക്കുവാനുമായിട്ടുള്ള ശ്രമമായിരിക്കുമോ ഈ മൂന്ന് കൂട്ടരും? ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഈ 3 പേരും ഈ വിജയ് മന്ത്രിസഭയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അത്തരം ഭരണകൂടങ്ങളെ മറിക്കുവാൻ പണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരത്തിൽ തീരുമാനമെടുത്തതാണ്. അത് പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് എനിക്കത് തർക്കമൊന്നുമില്ല, അവർക്കത് ചെയ്യാം, അവരുടെ രീതിയാണത്. അതുകൊണ്ട് ഈ ജനവിധിയെ അട്ടിമറിക്കുവാനാണോ ഇവർ സാമാന്യേന അത്തരം രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പക്വത ഇതുവരെ കാണിക്കാത്ത, അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ മാത്രം കഴിവ് കളിച്ച വിജയിയെ കൂട്ടപ്പിടിച്ചത് എന്നതാണ് പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് നിരന്തരമായി ഇവർ പറയുന്നത് ഒരു BJP വിരോധം, BJP ഭയമാണ് ഇവരെ ഇത്തരം തീരുമാനങ്ങളിൽ എത്തിക്കുന്നത്. അല്ലാണ്ട് രാഷ്ട്രീയമായ ഒരു തീരുമാനങ്ങളുടെയോ മാനിഫെസ്റ്റോയുടെയോ ഒരു കരുത്തോ അതിനെ പിന്തുണയ്ക്കലോ അല്ല ഇവർ ഈ തമിഴ്നാട്ടിൽ നടത്തുന്നത്. മറിച്ച് ഏതെങ്കിലും തരത്തിൽ BJPക്കോ കേന്ദ്ര ഭരണകൂടത്തിനോ പിന്തുണയുള്ള ഒരു സർക്കാർ വന്നാൽ കഴിഞ്ഞ തവണ കങ്ങൾ കാണിച്ച അഴിമതികൾ മുഴുവൻ പുറത്തു വരുമോ എന്ന ഭയമാണ് കോൺഗ്രസിനെയും CPMനെയും അതേപോലെ തന്നെ DMKക്കും മുന്നോട്ട് നയിക്കുന്നത്. രാഷ്ട്രീയമായ തീരുമാനങ്ങളല്ല, അതുപോലെ തന്നെ ഭരണപരമായ അഴിമതിയുടെ താങ്കൾ ഇവിടെ നിന്നുകൊണ്ട് താങ്കൾക്ക് എത്രത്തോളം പറയാം എങ്കിലും ഞാൻ ചോദിക്കട്ടെ, DMK വരണം NDAയിലേക്ക്, അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്ന് താങ്കൾ പറഞ്ഞു. TVK ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ TVKയുടെ എല്ലാ നയങ്ങളും എല്ലാ നിലപാടുകളും അത് BJP പറയുന്നതാണല്ലോ എന്നുകൂടി പറഞ്ഞ ഒരാളാണ് താങ്കൾ. അങ്ങനെയാണെങ്കിൽ TVKയും വഴിയെ NDA വഴിയിൽ തന്നെ എത്തുമെന്നു കൂടി BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? അപർണ, താങ്കൾ ചോദിച്ച നല്ല ചോദ്യമാണ്. കാരണം ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളനുസരിച്ചിട്ട് ഇപ്പോൾ ഈ മുന്നണി രൂപീകരിച്ചതുപോലെ അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെന്റിലോ അതല്ലെങ്കിൽ
വരുമെന്ന് കരുതുന്നുണ്ടോ? BJP കരുതുന്നുണ്ടോ ഒരേ നയം പറയുന്ന TVK NDAയിലേക്ക് വരും എന്ന് കരുതുന്നുണ്ടോ? നയങ്ങൾക്കനുസരിച്ചിരിക്കും BJP എടുക്കുന്ന തീരുമാനം. BJPയുടെ നയങ്ങൾക്ക് അനുകൂലമായി TVK എടുത്താൽ TVK ഞങ്ങളുടെ കൂടെ വരും, DMK എടുത്താൽ DMK ഞങ്ങളുടെ കൂടെ വരും. അതല്ലാതെ ഒരു ദീർഘമായ രാഷ്ട്രീയ ഒരു പ്രവചനം നടത്തുവാനുള്ള കഴിവൊന്നും ഇന്ന് എനിക്കുമില്ല, ആർക്കുമില്ല. യെസ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. DMKയും NDAയുടെ വഴിയിലേക്ക്, ഇനി വേണമെങ്കിൽ TVK NDAയുടെ വഴിയിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട് BJP. അതങ്ങനെ മുഴുവനായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല. BJP പല സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിൽ ഓപ്പറേഷൻ ലോട്ടസ് നടപ്പാക്കിയെന്ന് കോൺഗ്രസിന് വ്യക്തമായിട്ട് അറിയാമല്ലോ. അഡ്വക്കേറ്റ് അനിൽ ബോസ്. അപർണ, നമ്മൾ ഒരു നേരം പോക്കിന് തമാശയ്ക്ക് കോമഡി പ്രോഗ്രാം വെക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത് കോമഡി പ്രോഗ്രാം വെക്കുന്നതാണ്. നമ്മൾ ബേസ്ലെസ് ആയിട്ടുള്ള ചർച്ച നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിലവിൽ TVK ഗവൺമെൻറ് അവിടെ രൂപീകൃതമായിരിക്കുന്നു. ആ ഗവൺമെൻറ് അതിൻ്റെ നയം പ്രഖ്യാപിച്ച് നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ്. അതിൻ്റെ അകത്ത് ശരിയായ ദിശയിൽ പോകട്ടെ. ഇനി ഏതെങ്കിലും അഴിമതിയുണ്ടോ, DMKയുടെ ഭാഗത്തുണ്ടോ, അന്വേഷിക്കട്ടെ. അതിനൊന്നും ആരും എതിരല്ല. പിന്നെ ഒരേ സമയം DMK ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരും, TVK ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരും, എല്ലാവരും ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരും എന്നും പറഞ്ഞ് ഇരയുമായിട്ടിരിക്കുന്ന ആളുകളെ പറയുന്നതനുസരിച്ച് നമ്മൾ പറയേണ്ട കാര്യം. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ BJP എപ്പോഴൊക്കെ എറിഞ്ഞോ അതിലെല്ലാം കൊത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഈ അവരെറിഞ്ഞ ഇരയൊക്കെ കൊത്തിയ ചരിത്രം കോൺഗ്രസിന് അറിയുന്നതല്ലേ? എനിക്കറിയാൻ മേലാണ്ട് അപർണയ്ക്ക് എന്നാ ആവശ്യം? എന്താ അപർണയുടെ ആവശ്യം? എന്താ അതിന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് പറഞ്ഞോളൂല്ലോ. തർക്കത്തിന്റെ കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുപോകല്ലേ, അങ്ങനെ ചർച്ച കൊണ്ടുപോകല്ലേ. അതൊരു മര്യാദയല്ല. നിങ്ങളൊക്കെ വല്ല ആഗ്രഹമുണ്ട് അതൊക്കെ നിങ്ങൾ എഴുതി സ്റ്റോറി വായിച്ചു വിടുക. നമ്മളെപ്പോലുള്ള ആളുകളെ വിളിച്ചിരുത്തിട്ട് കളിയാക്കാൻ വേണ്ടി വർത്താനം പറയില്ല. വളരെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. TVK ഗവൺമെന്റ് വന്നു, അവർ നയം പ്രഖ്യാപിച്ചു, ആ ഗവൺമെന്റ് തുടങ്ങുകയാണ്. അവർക്ക് ഭൂരിപക്ഷമില്ല. ആ പാർട്ടിയെ ഞങ്ങൾ BJP ഒഴിവാക്കാൻ വേണ്ടി, BJPയുടെ രാഷ്ട്രീയത്തെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പിന്തുണച്ചു. ആ ഗവൺമെന്റ് വരുന്നു, അവരുടെ സുതാര്യമായ ക്യാബിനറ്റ് കൂടി അവർ നടപടികൾ എടുക്കട്ടെ. കോൺഗ്രസിന്റെ ഭാഗത്ത് ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? നടപടി എടുക്കട്ടെ. അതിന് ഞങ്ങൾക്കാർക്കാ വിരോധം? പക്ഷേ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ 10 ലക്ഷം കോടിയുടെ അഴിമതി ഇല്ലാതാകും, DMKയും സ്റ്റാലിനും വന്നാൽ സനാതന ധർമ്മം അപ്പോഴും വിഷയമല്ല എന്ന് പറയുന്ന അവസരവാദ രാഷ്ട്രീയത്തെ നിങ്ങൾ കാണണ്ടേ? അതിനെ നിങ്ങൾ ചോദിക്കണ്ടേ? അതിന് പകരം നാളെ അതാകുമോ, നാളെ ഇതാകുമോ, അവർ ആ പാർട്ടി പോവോ, ഇവർ ഈ പാർട്ടി പോവോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ. നിങ്ങൾ നാളെ ഈ ചാനലിൽ വർക്ക് ചെയ്യുന്നു വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടിയാൽ നിങ്ങൾ അടുത്ത ചാനലിൽ പോവും, അങ്ങനല്ലേ? അപ്പൊ ആ നിലയിൽ നമ്മൾ തമ്മിൽ വ്യക്തിപരമായി പിണങ്ങാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചർച്ചയിലിരിക്കുമ്പോൾ ലോജിക്കലായ കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം. അല്ല, അഡ്വക്കേറ്റ് അനിൽ ബോസ് ഞാൻ എത്രയോ വർഷമായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് ആരോപണത്തിൽ എത്ര കഴമ്പുണ്ടെന്നായിട്ട് അറിയാലോ. അതുപോട്ടെ. ഡോക്ടർ നിതീഷ് നാരായണൻ PR ശിവശങ്കരൻ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു നിലപാടുണ്ട്. അത് BJP എടുക്കുന്ന നിലപാടാണ്. അത് എന്താണ് ആം ആദ്മി പാർട്ടി അടക്കം കണ്ടാൽ താങ്കൾക്കും അറിയാം. CPMന് ഉറപ്പുണ്ടോ ഒരിക്കലും TVK അങ്ങനെ ഒരു വഴിയിലേക്ക് പോകില്ലെന്ന് ഉറപ്പുണ്ടോ? നമുക്ക് ചുരുക്കം അവസാനിപ്പിക്കാം. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മാത്രല്ല ഇന്ത്യയിലെമ്പാട് എങ്ങനെയെല്ലാം അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുമ്പോ ജനങ്ങളുടെ മാൻഡേറ്റിന് കൊടുക്കേണ്ട ബഹുമാനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. ആ മാൻഡേറ്റ് ഉണ്ടായതുകൊണ്ടാണല്ലോ 6 സംസ്ഥാനങ്ങളിലെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി പോലും ആകാതെ അവിടെ ഗവർണർ ഉപയോഗിച്ചിട്ട് കുതിര കച്ചവടം നടത്തിയിട്ട് ജയിച്ച MLA-മാരെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. BJP തോറ്റെടുത്ത് ജനങ്ങൾ തിരസ്കരിച്ചെടുത്ത് MLA-മാരെ വിലക്ക് വാങ്ങിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് ഈ കളി കളിക്കാൻ ഇങ്ങനെ ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും BJP നടത്തുമായിരിക്കും. അതിനെ ചെറുക്കാൻ അതായത് കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ കാണുന്നതല്ല, തമിഴ്നാട്ടിൽ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ പഴശ്ശിയുടെ കളി എന്നതുപോലെ ശത്രുക്കളായിരുന്ന കോൺഗ്രസിനെയും ഇടതിനെയും തൊട്ടപ്പുറത്തിരുത്തി BJP പറയുന്ന രീതിയിൽ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് വിജയം നടത്തുന്നത് ഹൈബ്രിഡ് രാഷ്ട്രീയമാണോ? എങ്ങോട്ടേക്കാണ് തമിഴകം എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലതരം രാഷ്ട്രീയ വിമർശനങ്ങൾ വരുന്ന സമയത്ത് കോൺഗ്രസും ഇടതുപക്ഷവും എടുത്ത നിലപാട് ഏത് തരത്തിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക? ഇനിയുള്ള ദിവസങ്ങളിൽ കളി മാറുമോ തമിഴകത്ത് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. സമയപരിമിതി. എന്തായാലും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ ബോസ്, PR ശിവശങ്കരൻ, ഡോക്ടർ നിതീഷ് നാരായണൻ, കാജ ഹുസൈൻ ബിഗ് ഡയലോഗിനൊപ്പം ചേർന്നത്.